ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വിവിധ സംസ്ഥാനങ്ങളിലായി 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. പശ്ചിമ ബംഗാളിലെ 4 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിനാണ് മുന്നേറ്റം. ജലന്ധറിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചു. തമിഴ്നാട്ടിലെ വിക്രവാണ്ടി സീറ്റിൽ DMK ലീഡ് ചെയ്യുന്നു. NDA 2 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കൃത്യമായ ലീഡിലേക്ക് പ്രതിപക്ഷ മുന്നണി പ്രത്യേകിച്ച് ഹിമാചലിലും ഉത്തരാഖണ്ഡിലും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാറായോ? വിജയകുമാർ, തീർച്ചയായിട്ടും ആ ഫലസൂചനകൾ അതുതന്നെയാണ് പ്രകടമാക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഫലസൂചനകൾ നൽകുന്നുണ്ട്. കാരണം ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ, നലഗഡ് എന്നീ സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. അതേസമയത്ത് ഹമീർപൂരിൽ ആദ്യം കോൺഗ്രസ് ആയിരുന്നു ലീഡ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ BJP ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മാംഗ്ലൂർ സീറ്റുകളിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ 4ഇടത്തും തൃണമൂൽ കോൺഗ്രസിനാണ് ആ ഒരു മുന്നേറ്റം. അതേസമയത്ത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് സീറ്റിൽ ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിക്കുകയുമുണ്ടായി. ഏതാണ്ട് 30,000 മുകളിൽ ഭൂരിപക്ഷമാണ് ജലന്ധറിലെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. എന്നാൽ ബീഹാറിലെ റുപൌലി സീറ്റിൽ ആദ്യം JDU ആണ് ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സ്വതന്ത്രനാണ് ലീഡ് ചെയ്യുന്നത്. 3ാം സ്ഥാനത്ത് RJDയും അവിടെ ഉണ്ട്. ഹിമാചൽ പ്രദേശിലെ ഡെഹ്റയിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യയാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. കമലേഷ് താക്കൂറാണ്. കമലേഷ് താക്കൂർ ഏതാണ്ട് 9,000 മുകളിൽ വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ BJP ഒരിടത്താണ് ലീഡ് ചെയ്യുന്നത്. മധ്യപ്രദേശിലെ അവാർവാരയിൽ ആദ്യഘട്ടത്തിൽ BJP ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ആ സീറ്റിൽ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ പൊതുവെ വിലയിരുത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കമാണ് ഈ 13 ഇടങ്ങളിലെ വോട്ടെണ്ണൽ ഫലസൂചനകൾ നൽകുന്നത്. 11ഇടത്തും ഇപ്പോഴും ഇന്ത്യ മുന്നണി തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഒരിടത്ത് സ്വതന്ത്രൻ, മറ്റൊരിടത്ത് BJP എന്ന നിലയിലാണ് ഈ ആദ്യഘട്ടത്തിലെ ഫലസൂചനകളുടെ പ്രവചനം. വിജയ് 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം. 11ഇടത്തും ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുകയാണ്. BJPയുടെ മുന്നേറ്റം ഒരിടത്ത് മാത്രമാണ്. ബീഹാറിൽ 1 സീറ്റിൽ സ്വതന്ത്രനും മുന്നേറുന്നു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ആനി രാജയെ CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് നിർദ്ദേശിച്ച് സംസ്ഥാന നേതൃത്വം. കാനം രാജേന്ദ്രന്റെ ഒഴിവിലേക്കാണ് ആനി രാജയെ നിർദ്ദേശിച്ചത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് മുതിർന്ന നേതാവ് K പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത്. നേരത്തെ പ്രകാശ് ബാബു രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുന്നതും തഴഞ്ഞിരുന്നു. ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രകാശ് ബാബു കടുത്ത അതൃപ്തിയിലാണ്. ഒന്നിന്റെയും പിറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രകാശ് ബാബു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ സമാപിക്കുമ്പോൾ തന്നെ ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചിരുന്നു. ആ നിർദ്ദേശവും വന്നു. ഇപ്പോൾ ഒഴിവ് വന്നപ്പോൾ ആനി രാജയെ എടുത്തു. അത് നല്ല കാര്യമാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയും ചെയ്യുന്നു. ആനി രാജയ്ക്ക് അർഹതപ്പെട്ടതാണ്. ആനി രാജയെ പരിഗണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഇത് വേറെ അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കുന്നു. ഒഴിവാക്കുന്നതല്ലല്ലോ, ഒഴിവ് വന്നതിനകത്ത് ഒരാളിനെ ഉൾപ്പെടുത്തുന്നതല്ലേ. അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശം വന്ന് നല്ലത്. ഇന്ന് പത്രത്തിൽ വന്നല്ലോ. എനിക്കറിഞ്ഞൂടെ എങ്ങനെ അത് പത്രത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. K പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ മാധ്യമങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിങ്ങൾ പല ആൾക്കാരും പലപ്പോഴും കഥ അറിയാതെ ആട്ടം കാണുകയാണ്. 1-2 വട്ടമൊക്കെ കഥ അറിയാതെ ആട്ടം കാണാം. സ്ഥിരമായിട്ട് ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണുന്നത് വാശി പിടിക്കുന്നത് വളരെ ശരിയല്ലേ? അത് പ്രകാശ് ബാബു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ അവഗണിക്കാൻ ആർക്ക് പറ്റും? അദ്ദേഹത്തെ പ്രകാശ് ബാബുവിനെ പോലൊരു ഉന്നത നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഗണിക്കില്ല. ആ പ്രസ്താവന വളരെ ശരിയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ കഥയറിയാതെ അട്ടം കാണുന്നു എന്ന വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് CPIയിൽ നടക്കുന്നത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇക്കാര്യത്തിൽ കഥയറിയാതെ മാധ്യമങ്ങൾ ആട്ടം കാണുകയാണെന്നുള്ള കുറ്റപ്പെടുത്തൽ ഒരു തരത്തിലുള്ള പഴി മറ്റൊരു തരത്തിലേക്ക് ചാരലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനോടകം തന്നെ CPIയിൽ ഉടലെടുത്തിരിക്കുന്ന ഉൾപാർട്ടി വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പ്രകാശ് ബാബുവിനെ പരിഗണിക്കാതിരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് FKN വിജയകുമാർ, ഈ കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് ശേഷം
ബിനോയ് വിശ്വത്തെ പരിഗണിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ ചെറിയ രീതിയിലുള്ള നീരസങ്ങൾ ഉണ്ടായിരുന്നു. പ്രകാശ് ബാബുവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ഒരു തരത്തിലും പാർട്ടി പരിഗണിക്കുന്നില്ലെന്ന് അന്നേ ചില രീതിയിലുള്ള അതൃപ്തികൾ ഉയർന്നതാണ്. അതിനുശേഷമാണ് ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചിട്ടുള്ള തർക്കമടക്കം ഉണ്ടാകുന്നത്. CPI നേതൃയോഗത്തിലടക്കം ആദ്യം മുതൽ അവസാനം വരെ പരിഗണിച്ചൊരു പേര് പ്രകാശ് ബാബുവിന്റേതായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ആ പേര് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ട PP സുനീർ എന്നതാക്കി. അങ്ങനെ രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകി. അതിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് അന്നേ ഉയർന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന CPI സംസ്ഥാന കൗൺസിലിലും സമാനമായ രീതിയിൽ ഈ രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകിയതിനെ എതിർത്ത CPI കൗൺസിലിൽ VS സുനിൽകുമാർ ശബ്ദമുയർത്തി. മാത്രമല്ല പ്രകാശ് ബാബുവിനെ അയക്കണമായിരുന്നുവെന്നും VS സുനിൽകുമാർ അഭിപ്രായം പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ഒഴിവാക്കൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയാണ്. എന്നാൽ പ്രകാശ് ബാബുവിനെ പരിഗണിച്ചതേയില്ല. ഇതിൽ പ്രത്യക്ഷ വിമർശനത്തിൽ പ്രകാശ് ബാബു അങ്ങനെ പറയുന്നെങ്കിലും പ്രകാശ് ബാബു പക്ഷത്തിന് ഇക്കാര്യത്തിൽ വലിയ വിയോജിപ്പും അതൃപ്തിയും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാകുന്ന സൂചന അനുസരിച്ച് കഴിഞ്ഞ സംസ്ഥാന കൗൺസിലടക്കം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ പഴിക്കുന്നതായിരുന്നു ഈ കാനം പക്ഷത്തിന് അല്ലെങ്കിൽ ബിനോയ് വിശ്വം പക്ഷത്തിന്റെ നീക്കങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം നമുക്കെതിരെ അടക്കം നമ്മൾ വാർത്ത നൽകുന്നതിനടക്കം ഇത്തരം വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നതിനെതിരെ അടക്കം വലിയ തരത്തിലുള്ള വിമർശനം അത് ഉയർത്തുകയുമുണ്ട്. അത് ഒറ്റപ്പെട്ട സ്വരമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സകല വഴിയും മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവച്ച് തലയൂരാനുള്ള ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPI നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ശ്രമം. അതിലും ചില നേതാക്കൾ അക്കാര്യത്തിലും ചില വിമർശനങ്ങൾ സംസ്ഥാന കൗൺസിലിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയ കാര്യം നീതീകരിക്കാനാവില്ല എന്നുള്ള വിലയിരുത്തൽ CPIയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയായി രൂപപ്പെടും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. വിജയകുമാർ. പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല എന്നുമാണ് ബിനോയ് വിശ്വം ഈ വാർത്തകളോട് പ്രതികരിച്ചത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ കാണാതായി. മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. തോട്ടിലെ ഒഴുക്കിൽ പെട്ടുവെന്നാണ് സംശയം. അഗ്നിരക്ഷാസേന എത്തി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, കുറച്ച് മണിക്കൂറുകളായി ഈ തെരച്ചിൽ തുടരുന്നു. എന്താണ് ലഭ്യമായ വിവരങ്ങൾ? അദ്ദേഹം ദൂരേക്ക് ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ടോ? വിജയകുമാർ, അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തമ്പാനൂർ ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് താഴെയുള്ള ആമയിഴഞ്ചാൻ ഭാഗത്തിന്റെ തോട്ടിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്, ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് രാവിലെ ഈ മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ് ഈ കരാർ എടുത്ത ജീവനക്കാരനടക്കം 4 പേരാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളത്. ഇതിൽ 3 തൊഴിലാളികൾ, 2 അന്യസംസ്ഥാന തൊഴിലാളിയും ഒരു മലയാളിയും, 2 അന്യസംസ്ഥാന തൊഴിലാളികളും 2 മലയാളികളുമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇതിൽ മാരായമുട്ട സ്വദേശിയായ ജോയ് എന്നയാളെയാണ് ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഈ അഗ്നിരക്ഷാസേന പ്രവർത്തകർക്ക് ഇവിടെ എത്തി ഇത്തരത്തിൽ ഊർജിതമായ ശ്രമം നടത്തുകയാണ്. ഏറ്റവും പ്രധാനമായും അവർ വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ പെയ്യുന്ന മഴ അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ അതിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ്. ഈ അടിയൊഴുക്കിലാണ് ഇയാൾ പെട്ടതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ ഈ ജോലിക്ക് ഈ മാലിന്യം പകഞ്ഞു മാറ്റുന്ന അല്ലെങ്കിൽ മാലിന്യം കോരി മാറ്റുന്ന ഈ ജോലിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തപ്പോൾ തന്നെ ശക്തമായ വെള്ളം വന്നു. അപ്രതീക്ഷിതമായി മഴ പെയ്തു, വെള്ളം വന്നു. അപ്പോൾ തന്നെ ഈ മറ്റു തൊഴിലാളികൾ ഇയാളോട് ഇത്തരത്തിൽ കരയ്ക്ക് കയറണം, ജോലി മതിയാക്കി കരയ്ക്ക് കയറാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് അയാൾ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോഴും ജോലി തുടർന്നിരുന്നു. പെട്ടെന്ന് മഴ ശക്തമായി വെള്ളം വന്ന സമയത്ത് ഈ തോടിന്റെ വശത്ത് പിടിച്ചു നിൽക്കാൻ ഇയാൾക്കായില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് മറ്റു തൊഴിലാളികളടക്കം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഇയാൾ അതിനടിയിൽ പെടുകയായിരുന്നു, ഒഴുക്കിൽ പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റെയിൽവേയുടെ താഴെ ഒരു ടണലുണ്ട്. ആ ടണലിന്റെ അടിയിൽ പെട്ടിരിക്കുകയാകാം, തടഞ്ഞു നിൽക്കുകയായിരിക്കാം എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ അടക്കം ഒരു സംശയം എന്നുള്ളത് പറയുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ 2 സൈഡിലും ഇത്തരത്തിൽ വലിയ മാലിന്യ കൂമ്പാരമാണ്. അത് വകഞ്ഞു മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, നിസ്സാരമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അതായത് കോരി മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും മാലിന്യ കൂമ്പാരം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് മൊത്തം മാറ്റണം. അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരാൾ പൊക്കത്തിൽ, അതായത് നെഞ്ചിന്റെ പൊക്കത്തിൽ വെള്ളമുണ്ട്. അവിടെ നിന്ന് വേണം ഈ രക്ഷാപ്രവർത്തനം നടത്താനുള്ളത്. അതിനോടൊപ്പം ഈ മഴ പെയ്യുന്നതും വലിയ വെല്ലുവിളിയാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അത്തരത്തിൽ വലിയ അടിയൊഴുക്കും വെള്ളവും
വെള്ളത്തിൽ നിന്നുകൊണ്ടുമാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഫയർഫോഴ്സും അതേപോലെ തന്നെ കേരള പോലീസും നാട്ടുകാരും എല്ലാം ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റെയിൽവേയുടെ കോർപ്പറേഷന്റെ ജീവനക്കാരനല്ല, ഇത് റെയിൽവേ ഇത്തരത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് ഈ വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വിളിച്ച കരാർ നൽകിയ ഒരു ജോലിക്കാരന്റെ ജീവനക്കാരനാണ്. അയാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും വിനയായത് ഒരു വിളിച്ചു വരുത്തിയ അപകടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് മഴ അപ്രതീക്ഷിതമായി കനക്കുന്നു, തോട്ടിൽ വെള്ളം നിറയുന്നു, ഒഴുക്കുണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ തന്നെ ഈ ജോയിയോട് കയറാൻ ആവശ്യപ്പെട്ടതാണ്. മറ്റു തൊഴിലാളികളടക്കം ആവശ്യപ്പെട്ടു, കൂടുന്നവരും കണ്ടുന്നവരും ഒക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ അത് കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് ഇതിനകത്തേക്ക് ഈ ലേക്ക് പോയത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒഴുക്കിൽപ്പെട്ട് തടഞ്ഞു നിൽക്കുകയാണെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിൽ തന്നെയാണ്. ആ രീതിയിലാണ് ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ ഫയർഫോഴ്സ് അടക്കം അഗ്നിരക്ഷാസേനയടക്കം നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും നടക്കുകയാണ്. പക്ഷെ അപ്പോഴും വെല്ലുവിളിയാകുന്നത് ഇക്കാര്യങ്ങളൊക്കെയാണ്. ഇത്തരത്തിൽ മഴ പെയ്യുന്നതും അതേപോലെ തന്നെ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങളും മറ്റും വെല്ലുവിളിയാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് കോരിമാറ്റുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ള റെയിൽവേയുടെയും അതേപോലെ തന്നെ ഈ റോഡ് പക്കത്ത് നിന്നും മറ്റ് സമീപത്തെ ഹോട്ടലിൽ നിന്നും ഒക്കെ ഇവിടേക്ക് വേസ്റ്റ് കൊണ്ടിരുന്ന സാഹചര്യം അതൊക്കെ നേരത്തെയും റിപ്പോർട്ടുകളിൽ വന്നതാണ്. അത് മാത്രമല്ല ഈ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ആമയിഴഞ്ചാൻ വൃത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പടർന്നു പിടിച്ച പനിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇത്തരമൊരു ഈ ജോലിയിലേക്ക് ഏർപ്പെടാൻ വേണ്ടി റെയിൽവേയും മറ്റും ശ്രമിച്ചിരുന്നത്. അങ്ങനെ ജോലി കൊടുത്ത ഒരു കരാറുകാരന്റെ ജീവനക്കാരൻ, ആ ജീവനക്കാരൻ മാരായമുട്ടം സ്വദേശി ജോയ് ആണ് ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടത്. ഏതായാലും അത് അയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ തുടരുകയാണ്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഈ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ അതൊക്കെ ഉറപ്പാക്കേണ്ടതാണല്ലോ. കരാറുകാരനാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണ് പാളിച്ച പറ്റിയത്? പെട്ടെന്ന് വെള്ളം വന്ന് ഒഴുകിപ്പോകുന്ന ആ നിലയ്ക്ക് വെള്ളം ഉയരുന്ന സ്ഥലമാണോ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ തമ്പാനൂർ ഭാഗം? വിജയകുമാർ, ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, അതായത് ഈ നഗരസഭാ ഭരണകൂടം അടക്കമുള്ള ആളുകൾക്ക് എവിടെയൊക്കെ പിഴച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കാരണം ഈ തിരുവനന്തപുരം നഗരത്തിൽ, തലസ്ഥാന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ അഴുക്കുകൾ, അതായത് വേസ്റ്റുകൾ വന്ന് അടിയുന്ന ഒരു പ്രദേശമാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ രണ്ടാമത്തെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് ഈ നഗരത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വേസ്റ്റുകളും വന്ന് അടിയുന്നത് ഈ പ്രദേശത്താണ്. ഈ പ്രദേശത്ത് നിന്ന് മാലിന്യ നീക്കം അത് സാധ്യമാക്കണമെന്ന് പലകുറി പലതവണ നഗരസഭയോട് പലപ്പോഴായി മാധ്യമങ്ങളടക്കം ആവശ്യപ്പെടുകയും വാർത്ത ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ അത് നീക്കം ചെയ്യാൻ, തലസ്ഥാന നഗരമാണെന്ന് ആലോചിക്കണം, പൂർണ്ണ അർത്ഥത്തിൽ അത് നീക്കം ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്യാമറയിലെ ദൃശ്യത്തിൽ നിന്ന് മറുഭാഗത്ത് നിന്നുള്ള വിഷ്വൽസ് കൂടി കാണാൻ സാധിക്കും. അതിൽ നമുക്ക് സൂക്ഷ്മതയോടെ നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഈ അഴുക്കുകൾ വന്ന് ഈ ഗ്രില്ലിന്റെ ആ ഭാഗത്തേക്ക് വന്ന് അടിയുകയാണ്. അതിനുശേഷവും വീണ്ടും അങ്ങോട്ടേക്ക് നമുക്ക് ഈ മാലിന്യങ്ങൾ കാണാൻ സാധിക്കും. സ്വാഭാവികമായും ഇവിടേക്ക് ഇറങ്ങിയാൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഈ അപകടങ്ങൾക്ക് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നഗരസഭാ ശുചീകരണ തൊഴിലാളിയാണ് അദ്ദേഹം. ഇറങ്ങി അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അക്കാര്യം പുറത്തേക്ക് അറിയിച്ചത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടേക്കുണ്ട്. രക്ഷാപ്രവർത്തനം ദുസ്സഹമാകുന്നതും സമാനമായ സാഹചര്യങ്ങൾ കൊണ്ടാണ്. കാരണം ഈ റെയിൽവേ പാളമാണ് തൊട്ടപ്പുറത്ത്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടപ്പുറത്തേക്ക്. റെയിൽവേ സ്റ്റേഷന്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിനോട് അടുത്താണ് ഈ സംഭവം, അതല്ലെങ്കിൽ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ പ്രധാനപ്പെട്ട ഭാഗമുള്ളത്. ഇവിടേക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കാണാതായത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സിനടക്കം ഇതിൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാകുന്നത് ഏത് വിധത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിന്യമുണ്ട്, അതിനപ്പുറത്തേക്ക് ഇതിന്റെ അകത്തുള്ള ഒരു അണ്ടർഗേജ് ഉണ്ട്. അപ്പോൾ ഇതിലേക്കൂടെ പൊയ്പോയോ എന്നുള്ളൊരു സംശയം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് മഴയുണ്ടായിരുന്നു. ഈ സാധാരണഗതിയിൽ ഈ ആമയിഴഞ്ചാൻ തോടിൽ കാര്യമായ ഈ വെള്ളം ഒഴുകി പോകുന്നൊരു സാഹചര്യമില്ല, കാരണം ഇത് കെട്ടിക്കിടക്കണം. പക്ഷേ അടിയൊഴുക്ക് കാര്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ആ അടിയൊഴുക്കാണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ഈ മാലിന്യം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് അത് വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. മാത്രവുമല്ല ഈ മാലിന്യം നീക്കണം എന്നുള്ളത് പലതവണ പല ആവർത്തി നമ്മൾ പറഞ്ഞതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ സാധ്യമാക്കില്ല. ഇപ്പോൾ ഈ ഫയർഫോഴ്സ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ദുസ്സഹമായി തീരുന്നതും ഈ രീതിയിൽ തന്നെയാണ്. കാരണം ഇദ്ദേഹത്തെ കാണാൻ, അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങോട്ടേക്ക് പോയി ഒഴുകിപ്പോയ അതിൽ അകത്തേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ സ്വാഭാവികമായും ഇത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ, ഈ വേസ്റ്റിന്റെ അടിയിൽ കൂടി ഇത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ
അത് അപ്പുറത്തെ വശത്തേക്കായിരിക്കും പോകുന്നത്. അതൊരു ഒരു 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 അണ്ടർ നമുക്ക് ഈ സാധാരണത്തിൽ നമ്മൾ കാണുന്ന അണ്ടർ പാസ് പോലെ ഒരു കെട്ടാണ്. അപ്പോൾ ഈ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ പിന്നെ രക്ഷാപ്രവർത്തനം സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 2 മണിക്കൂറോളം സമയമെടുത്തുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നു. അതിൽ ഈ നഗരസഭ നമ്മൾ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഏതാണ്ട് 8.5 കിലോമീറ്ററിലെ അവസ്ഥ സമാനമായ രീതിയിലാണ്. അതിനുമപ്പുറത്തേക്ക് ഈ തിരുവനന്തപുരം നഗരമാണ്, തലസ്ഥാന നഗരമാണ്, റെയിൽവേ സ്റ്റേഷനും അതേപോലെ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനും നടുവിലുള്ള ഭാഗമാണ്. അവിടെ ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ അത് വലിയ ചവറുകൂനിയായി ആമയിഴഞ്ചാൻ തോടിന് മുകളിലേക്ക് ഈ വേസ്റ്റുകൾ, അത് തെർമോക്കോൾ വേസ്റ്റുകളുണ്ട്, കുപ്പി വേസ്റ്റുകളുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്, മറ്റു മാലിന്യങ്ങളുണ്ട്, ഇതടക്കം വന്ന് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അതുതന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഏതായാലും വലിയ നീക്കം അത് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെങ്കൽച്ചൂളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് എത്തിയിരിക്കുന്നത്. ചാക്കിൽ നിന്നുള്ള കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കൂടെ എത്തിക്കാനുള്ള നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഈ വടം ആമയിഴഞ്ചാൻ തോടിന് കുറുകെ കെട്ടി അണ്ടർ ഏരിയയിലേക്ക്, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ആ സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് അവരുടെ കൺമുന്നിൽ അവരുടെ അരയോളം വേസ്റ്റാണ്. അപ്പം ഇതിനകത്തേക്ക് കയറിയിട്ട് വേണം ഇനി തിരച്ചിൽ നടത്താൻ. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഇപ്പോൾ ഇവർ നടത്തി വരുന്നത്. വിജയകുമാർ, തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ കാണാതായിട്ട് ഏതാണ്ട് 3 മണിക്കൂറാകുന്നു. രാവിലെ 10 മണിയോടടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാരായമുട്ടം സ്വദേശി ജോയിയാണ് അവിടെ കാണാതായത്. തോട്ടിലെ ഒഴുക്കിൽ പെട്ടു എന്ന് സംശയിക്കുന്നു. അവിടെ തെരച്ചിൽ തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ടണലിലേക്ക് അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നു വിവരങ്ങളുമായി. ഷഫീദ്, വീണ്ടും മഴ ശക്തമായി എന്ന് തോന്നുന്നു അവിടെയല്ലേ? അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ തോട്ടിലെ ജലപ്രവാഹം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും എന്ന ആശങ്കയുണ്ടോ? വിജയകുമാർ, ഒരു അല്പസമയം മുൻപ്, അതായത് ഒരു കൃത്യം പറഞ്ഞാൽ 3 മിനിറ്റ് മുൻപ് മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ഒഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നത്. കാരണം വീണ്ടും അടിയൊഴുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അകത്തേക്ക് കയറാനുള്ള വിജയകുമാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും നടുവിലുള്ള പ്രധാനപ്പെട്ട റോഡ്, ആ റോഡിന് റെയിൽവേ സ്റ്റേഷനോട് സമീപം ചേർന്നുകൊണ്ടാണ് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ ടണൽ വരുന്നത്. അതിൻ്റെ താഴ്ഭാഗം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തുകൂടെ പോകുന്ന ഒരു വഴി, ഒരു ടണലുണ്ട്. തൊട്ട് വലതുവശത്തു കൂടി വീണ്ടും മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു ടണലുമുണ്ട്. ഒഴുക്ക് വരുന്നത് 2 ഭാഗത്ത് നിന്നാണ്. അതിലൊന്ന് നമ്മുടെ ഈ SS കോവിൽ റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു കൈവരിയും, അപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു കാണിക്കാൻ കഴിയുന്നത് അതിന് നേരെ മറുവശത്തുള്ള ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കൈവരി, ഒരു അണ്ടർ പാസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിൽ പൂർണ്ണമായും മാലിന്യം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ആ ഒരു തീവ്രത നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യം ഇവിടെത്തി ഈ രക്ഷാപ്രവർത്തനത്തിൽ തുടക്കം കുറിക്കുമ്പോൾ തന്നെ അവർ ചെയ്ത ആദ്യത്തെ കാര്യം ആ ഭാഗത്തേക്കുള്ള മാലിന്യം അത് അങ്ങോട്ടേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെ മാറ്റിവെച്ചിട്ട് കൂടി ഇപ്പോൾ ഈ ടണലിനകത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക്, അതല്ലെങ്കിൽ ഈ ടണലിനുള്ളിലേക്ക് കയറാനുള്ള ഭാഗത്തേക്ക് കാര്യമായ മാലിന്യം ഉണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. തൊട്ടിപ്പുറത്തേക്ക് ഒരു ഇരുമ്പ് ഗേജാണ്. ആ ഇരുമ്പ് ഗേജിൽ തട്ടി വീണ്ടും മാലിന്യങ്ങൾ കിടക്കുകയാണ്. നമുക്കതിൻ്റെ ഒരു തീവ്രത, അത് ഇനിയെങ്കിലും നഗരസഭാ അധികൃതർ ഇത് വൃത്തിയാക്കാൻ, കാരണം തലസ്ഥാന നഗരമാണ്, വീണ്ടും ഒരു അപകടം നമുക്ക് ആവർത്തിക്കാതിരിക്കണം. ഇതിലൊരു സംശയമുള്ളത്, ഇതിന്റെ കസ്റ്റോഡിയൻ റെയിൽവേ ആണോ കോർപ്പറേഷൻ ആണോ? ഇത് റെയിൽവേയുടെ കരാർ ജീവനക്കാരനാണല്ലോ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഇത് വൃത്തിയാക്കേണ്ട ചുമതല, അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ ഇതിലെ മാലിന്യം നീക്കി ഇത് ഒഴുക്ക് സുഗമമാക്കേണ്ട ചുമതല റെയിൽവേക്കാണോ കോർപ്പറേഷനാണോ? ഇക്കാര്യത്തിൽ 2 കൂട്ടർക്കും സമാനമായ രീതിയിൽ പങ്കുണ്ട്. കാരണം ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം അത് നഗരസഭയുടെ വലിയ പദ്ധതിയായിരുന്നു. കാരണം സമയമെടുത്തുകൊണ്ട് അവർ പൂർത്തിയാക്കാൻ പലയാവർത്തി അവർ തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ മാലിന്യം വീണ്ടും ആമയിഴഞ്ചാൻ തോട്ടിൽ കൂടും. അതിങ്ങനെ വന്ന് ഇത്തരം അണ്ടർ ഏരിയകളിൽ, അതായത് ടണലുകളിൽ വന്ന് തങ്ങി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമുക്ക് ഈ ക്യാമറ, വിജയകുമാർ, ക്യാമറ ജസ്റ്റ് നമുക്കൊന്ന് താഴേക്ക് ടിൽറ്റ് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്നൊരു ദൃശ്യം എന്ന് പറയുന്നത് ഈ മാലിന്യ കൂമ്പാരമാണ്. അതായത് ഈ മാലിന്യ കൂമ്പാരം ഒഴുകിപ്പോകുന്ന ഇത്തരം ടണലിലേക്ക് തന്നെയാണ്. അത് ഈ വരുന്ന വഴിക്ക് ഇത് ആമയിഴഞ്ചാൻ ഇതിന്റെ നവീകരണം, അതേപോലെ തന്നെ ഇതിന്റെ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് നഗരസഭയാണ്. അത് ഈ സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടുതൽ നന്ദകിഷോർ അങ്ങോട്ടേക്ക് പോലെ ടണലിനകത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വിജയകുമാർ, അങ്ങനെ ഒരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. കാരണം ഈ ടണലിനകത്തേക്ക് ഒഴുകി പോയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ
ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ നെറ്റ് ഉള്ളത് കൊണ്ടാണ് ആ ദൃശ്യത്തിൽ തടസ്സം നേരിടുന്നത്. അതായത് ഈ ടണലിനുള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറി പോകുന്നതാണ് നമുക്ക് ആ കാഴ്ചയിൽ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ടേക്ക് കൂടി പോയി നോക്കാം എന്നുള്ളതാണ്. കാരണം ഈ ടണലിനകത്തേക്ക് പോയാൽ വീണ്ടും 2 ഏരിയൽ പാസുകൾ ആ ടണലിനകത്തുണ്ട് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് വലിയ തടസ്സമായി മാറും. അപകടത്തിന്റെ തോത് തീവ്രത അത് കൂടുകയും ചെയ്യും. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥന നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലെ ഒരു തടസ്സം അത് ഒരുപക്ഷെ റെയിൽവേയും അതേപോലെ തന്നെ നഗരസഭയും ഒരേപോലെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തും. കാരണം റെയിൽവേ ഏരിയയിലെ വേസ്റ്റ് ക്ലീനിങ് അത് കൃത്യമായി റെയിൽവേ നടത്തിയില്ല. അതിനും അപ്പുറത്തേക്ക് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുകി വരുന്ന മാലിന്യ നീക്കം അതും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ടണലിനുള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ പണിപ്പെട്ട് കയറി പോകുന്നു. നമുക്ക് വിജയകുമാർ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ആ മാലിന്യത്തിന്റെ ഇടയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത്. അവർ അതുവഴി താഴേക്ക് പോയി നോക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഏതാണ്ട് കഴുത്തറ്റം വെള്ളമുണ്ട് ആ ഭാഗത്ത് എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എത്രത്തോളം അളവിൽ വെള്ളമുണ്ട്, എത്രത്തോളം അളവിൽ ആ മാലിന്യമുണ്ട് എന്നുള്ള മീറ്ററുകളോളം ദൂരത്തിൽ വലിയ ഹൈറ്റിൽ ഇങ്ങനെ മാലിന്യ കൂമ്പാരം, അതൊരു മാലിന്യ മലയായി കിടക്കുന്നു. അതിനിടയിലൂടെ രക്ഷാപ്രവർത്തകർ ആ ടണലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ഒരു വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഈ വാർത്താമഴ തൽക്കാലം അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു.